അടുത്തത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നോക്കാം. 805 ആർക്കിടെക്ചർ. ആക്ച്വലി ഒരുപാട് ലോങ് ടൈമായി ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം കുറച്ച് ബിസി ആയിപ്പോയി. മാത്രമല്ല നിങ്ങളുടെ സീനിയേഴ്സിനും കുറച്ച് റെക്കോർഡഡ് ക്ലാസ്സസ് ഇട്ട് കൊടുക്കേണ്ട സമയമായിപ്പോയായിരുന്നു. അവർക്ക് യൂണിവേഴ്സിറ്റി എക്സാം അടുത്ത വീക്ക് സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ, അതുകൊണ്ടാണ് ഡിലേ ആയിപ്പോയത്. എനിഹൗ നിങ്ങളെല്ലാവരും ഇത് പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ശരിക്കും സന്തോഷം തോന്നുന്നു. എന്തായാലും കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും. റെക്കോർഡ് ക്ലാസ് എല്ലാം കേട്ട് മനസ്സിലാക്കി എന്താണ് ഡൗട്ട് ഉള്ളത് എന്നുള്ളത് ഓൺ ദ സ്പോട്ട് തന്നെ ചോദിച്ച് ക്ലാരിറ്റിയോടുകൂടി തന്നെ പഠിച്ചു പോവുക, ക്ലിയർ ആക്കി തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് 8051 ആർക്കിടെക്ചറാണ്. മൊഡ്യൂൾ 5 ശരിക്കും മൈക്രോ കൺട്രോളേഴ്സാണ് ഫോക്കസ് ചെയ്തതെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ മൈക്രോ കൺട്രോളേഴ്സിൽ സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് 8051 എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മൈക്രോ കൺട്രോളറാണ് നമ്മൾ ഇപ്പം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം ബാക്കി ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി. എന്താണ് മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഫാക്ടേഴ്സ് ദാറ്റ് ഹാസ് ടു ബി adapted in order to choose a microcontroller, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, റിസോഴ്സസ്, ഫീച്ചേഴ്സ്, ആപ്ലിക്കേഷൻസ്, ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള മൈക്രോ കൺട്രോളേഴ്സിൻ്റെ പല ബേസിക് കൺസെപ്റ്റ്സും നമ്മൾ നോക്കി. ഇനി 8051 എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ളൊരു മൈക്രോ കൺട്രോളറിൻ്റെ ഡീറ്റെയിൽഡ് ലെവലിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ആർക്കിടെക്ചർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം 8086 ആർക്കിടെക്ചറും നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് മൈക്രോ പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചറും നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇനി നമുക്ക് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന 8051 ആർക്കിടെക്ചറാണ് നോക്കാനുള്ളത്. അപ്പം എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന രണ്ട് കാര്യങ്ങളാണ് മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും. ആക്ച്വലി നിങ്ങൾക്കറിയാം, മൈക്രോ പ്രോസസ്സറിന് സ്വന്തമായിട്ട് മെമ്മറിയോ മറ്റ് IO പ്രൊഫഷൻസിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫങ്ഷണാലിറ്റീസും പ്രോസസ്സിങ്ങും ചെയ്യാൻ ആവശ്യമായ യൂണിറ്റ്സ് ഒന്നും ഈ പ്രോസസ്സറിനകത്തില്ല. എല്ലാം എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് പെരിഫറൽ ഡിവൈസസുമായിട്ടെല്ലാം നമ്മൾ ഇൻ്റർഫേസ് ചെയ്യിപ്പിക്കേണ്ടി വരുന്നത് ഈ പ്രോസസ്സറിനെ അല്ലേ. അപ്പം മൈക്രോ കൺട്രോളർ ആണെങ്കിൽ അങ്ങനെയല്ല. ഏറെക്കുറെ കാര്യങ്ങളും ഒരൊറ്റ IC ചിപ്പിനകത്ത് തന്നെ നമ്മൾ എംബഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും. പ്രോസസ്സറായാലും മെമ്മറി ആയാലും പെരിഫറൽ യൂണിറ്റുകളായാലും എല്ലാം ഏറെക്കുറെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ വീണ്ടും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ വി നീഡ് ടു സിംപ്ലി ഇൻ്റർഫേസ് ദാറ്റ് പർട്ടിക്കുലർ ഡിവൈസസ് ടു ദ മൈക്രോ കൺട്രോളർ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം കൺഫ്യൂഷൻസ് വരാതെ വേണം ഈ ആർക്കിടെക്ചർ മുതലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ. ബിക്കോസ് നമ്മൾ ഇനി 8051 അഡ്രസ്സിംഗ് മോഡ്സ് പഠിക്കും, 8051 ഇൻസ്ട്രക്ഷൻ സെറ്റ് പഠിക്കും, 8051 മെമ്മറി പഠിക്കും. അപ്പം 8051 ആർക്കിടെക്ചർ പഠിക്കാൻ പോകുന്നു. ഇതെല്ലാം 8086 ഉണ്ടായിരുന്നു. അപ്പം ഇത് കൺഫ്യൂസ്ഡ് ആവാതെ അല്ലെങ്കിൽ തിരിഞ്ഞു പോകാതെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 8051 ബേസിക് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ആക്ച്വലി ദീസ് ഫീച്ചേഴ്സ് ഇറ്റ് സെൽഫ് ആർ റിക്വയർഡ് ഇൻ ഓർഡർ ടു ലിസ്റ്റ് ഔട്ട് ഇൻ ദ ആർക്കിടെക്ചർ ഓഫ് 8051. അതായത് 8051 ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ഈ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു പ്രോസസ്സറുണ്ട് 8051. ദാറ്റ് മീൻസ് മൈക്രോ കൺട്രോളറിനകത്ത് ഡെഫിനറ്റ്ലി എന്തോ ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു പ്രോസസ്സർ ഉണ്ടാവും, ശരിയല്ലേ. ഓക്കെ, ഈ കൺട്രോളറിനകത്ത് തന്നെ ഒരു പ്രോസസ്സറുണ്ട്. 8051 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിനകത്തുള്ള പ്രോസസ്സർ എത്ര ബിറ്റ് പ്രോസസ്സറാണ്? വെറും 8 ബിറ്റ് പ്രോസസ്സറാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വെറും 8 ബിറ്റ്സ് ഓഫ് ഡേറ്റ അറ്റ് ടൈം പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ് 8051 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് അതിൻ്റെ അകത്തുള്ള ഡേറ്റാ ബസ്സിൻ്റെ കപ്പാസിറ്റിക്ക് വെറും എത്ര ബിറ്റ് ആയിരുന്നു? 8 ബിറ്റ് ആയിരുന്നു. ഓക്കെ, ഓൺ ചിപ്പ് ക്ലോക്ക് ഓസിലേറ്റേഴ്സ് ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. വാട്ട് ഈസ് ആൻ ഓസിലേറ്റർ? നമുക്ക് ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ ഈ പറയുന്ന വാട്ട് ഓൾ ചിപ്സ് ദാറ്റ് ഇസ് പ്രസൻറ്റ് ഓർ വാട്ട് ഓൾ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ്സ് ആർ പ്രസൻറ്റ് വിത്തിൻ ദിസ് IC ചിപ്പ് വിൽ ബി ഫങ്ഷനിങ് അല്ലേ. അപ്പം ആ ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓസിലേറ്റേഴ്സ് പോലുള്ള യൂണിറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവണം. മൈക്രോ പ്രോസസ്സറിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുമായിരുന്നു. അതേസമയം ഈ മൈക്രോ കൺട്രോളർ ഫങ്ഷനബിൾ ആകാൻ വേണ്ടി, വർക്കിംഗ് ആവാൻ വേണ്ടിയുള്ള ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓസിലേറ്റേഴ്സ് എവിടെ തന്നെ ഉണ്ടായിരുന്നു? ഈ പറയുന്ന IC ചിപ്പിനകത്ത്, മൈക്രോ കൺട്രോളർ 8051 IC ചിപ്പിനകത്ത് തന്നെ ഇൻബിൽഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മെമ്മറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ പറയുന്ന മെമ്മറി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അടുത്ത പോർഷൻസിലെല്ലാം നോക്കും. പക്ഷേ സിംപ്ലി പറയുവാണെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും മെമ്മറിയുടെ കാര്യം നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. ബിക്കോസ് മൈക്രോ കൺട്രോളറിനകത്ത് വരുന്ന കാര്യം തന്നെയാണ് ഈ മെമ്മറി അല്ലേ. അപ്പം മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചർ 8051 ആർക്കിടെക്ചർ പറയുമ്പം ഈ ആർക്കിടെക്ചറിനകത്ത് വരുന്ന മെമ്മറിയുടെ കാര്യം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്താലേ പറ്റുള്ളൂ അല്ലേ. അപ്പം ഇവിടുത്തെ മെമ്മറിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്. പ്രോഗ്രാം മെമ്മറിയും അതുപോലെ തന്നെ
ഡേറ്റ മെമ്മറിയും. ഓക്കെ, രണ്ടും ഇൻറ്റേർണൽ മെമ്മറീസ് ആണ് അല്ലേ. മെമ്മറി വിത്തിൻ ദ IC ചിപ്പ് ഓഫ് 8051 തന്നെ ഇൻബിൽട്ട് ആണ്. അപ്പോൾ പ്രോഗ്രാം മെമ്മറി ഉണ്ട്, ഡേറ്റ മെമ്മറി ഉണ്ട്. ഈ പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്നത് കോഡ് മെമ്മറി അല്ലെങ്കിൽ റോം ആണ്. ഡേറ്റ മെമ്മറിയെ വിളിക്കുന്ന പേര് റാം. ഓക്കെ, ഡേറ്റ മെമ്മറിയെ വിളിക്കുന്ന പേരാണ് റാം. ഈ ഡേറ്റ മെമ്മറിയെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ലോവർ റാമും അപ്പർ റാമും. ഓക്കെ, ലോവർ റാമും അപ്പർ റാമും. ലോവർ 128 ബൈറ്റുള്ള ലോവർ റാം ഉണ്ട്, 128 ബൈറ്റുള്ള അപ്പർ റാമും ഉണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും ഈ കാര്യങ്ങളെല്ലാം. എനിഹൗ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് 8051 പ്രോഗ്രാം മെമ്മറിയും ഡേറ്റ മെമ്മറിയും. പ്രോഗ്രാം മെമ്മറിയെ വിളിക്കുന്ന മറ്റൊരു പേര് കോഡ് മെമ്മറി അല്ലെങ്കിൽ റോം. ഡേറ്റ മെമ്മറിയെ വിളിക്കുന്ന മറ്റൊരു പേര് റാം. ഇതിനെ അങ്ങനെ തന്നെയല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻ ടേംസ് ഓഫ് ടു പാർട്ടീഷനായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലോവർ 128 ബൈറ്റ് റാമും ഉണ്ട്, അപ്പർ 128 ബൈറ്റ് റാംസും ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിഹൗ അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫിഗേഴ്സൊക്കെ അതിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത്രയും മെമ്മറീസാണ് നമുക്കുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, റോം ദാറ്റ് മീൻസ് പ്രോഗ്രാം മെമ്മറിയുടെ സൈസ് എത്രയാണ്? 4K ബൈറ്റ്സ് ഓഫ് റോം ആണ് ഉള്ളത്, 4 കിലോ ബൈറ്റ്സ് ഓഫ് റോമും. അതേസമയം ഡേറ്റ മെമ്മറിയുടെ സൈസ് എത്രയാണ്? 128. ശ്രദ്ധിക്കുക, 128 എന്ന് ഉദ്ദേശിക്കുന്നത് ലോവർ 128 ഉണ്ട്, അപ്പർ 128 ഉണ്ട്. അപ്പോൾ ഇൻ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 256 ബൈറ്റ്സ് ഓഫ് ഡേറ്റ മെമ്മറി ഉണ്ട്. Don't think that entirely RAM is having a capacity of 128 byte only. അങ്ങനെ വിചാരിക്കരുത്. ലോവർ 128 ആണ് ഇവർ പറയുന്നത്. ലോവർ 128 ബൈറ്റ് ഓഫ് റാമും ഉണ്ട്, അതുപോലെ അപ്പർ 128 ബൈറ്റ് റാം. ദാറ്റ് മീൻസ് ഇൻ ടോട്ടൽ നമുക്ക് എത്ര റാം ഉണ്ട്? 256 ബൈറ്റ് സൈസുള്ള റാം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേർണലിയും എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു? ഇൻ്റർഫേസ് ചെയ്യിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ പറയുന്ന ഇൻറ്റേർണൽ മെമ്മറി ഇൻസഫിഷ്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര വരെ നമുക്ക് ഇൻ്റർഫേസ് ചെയ്യാം? 64 കിലോ ബൈറ്റ്സ് ഓഫ് എക്സ്റ്റേർണൽ പ്രോഗ്രാം മെമ്മറി വരെയും നമുക്ക് ഇൻ്റർഫേസ് ചെയ്യാം. അതുപോലെ ഡേറ്റ മെമ്മറിയും 64 കിലോ ബൈറ്റ്സ് ഓഫ് എക്സ്റ്റേർണൽ ഡേറ്റ മെമ്മറിയുമായിട്ടും ഇൻ്റർഫേസ് ചെയ്യാം. നമ്മൾ ഈ ഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പം ആക്ച്വലി ഇൻബിൽട്ട് ആയിട്ടുള്ള മെമ്മറി നമ്മുടെ ഫോണിൻ്റെ കേസിൽ, ഓക്കെ, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ഫോണിനകത്തുള്ള മെമ്മറിയെ പറ്റി അവർ സ്പെസിഫിക്കേഷൻ തരുന്നുണ്ട്. ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് എത്ര മെമ്മറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എത്രത്തോളം മെമ്മറി നിങ്ങൾക്ക് എക്സ്റ്റേർണലിയും ഈ പറയുന്ന മെമ്മറി സ്ലോട്ട്സിൻ്റെ സഹായത്തോടു കൂടി, മെമ്മറി ചിപ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി എക്സ്റ്റേർണലി എത്ര മെമ്മറി വരെ നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്യാം, അതിന് വേണ്ടിയുള്ള എത്ര പ്രൊഫിഷ്യൻസി ഉണ്ടെന്നുള്ളതും അവർ പറയുന്നുണ്ട് അല്ലേ. അതുപോലെ ഇവിടെയും നമുക്ക് 64 കിലോ ബൈറ്റ്സ് ഓഫ് റോമും 64 കിലോ ബൈറ്റ്സ് ഓഫ് റാമും എക്സ്റ്റേർണലി പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് IO ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ IO പോർട്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പ്രൊഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32 IO പിന്നുകളുണ്ട്. 4 IO പോർട്ടുകളിലായിട്ട് 32 IO പിന്നുകളുണ്ട്. ശ്രദ്ധിക്കുക, 4 IO പോർട്ടുകളാണ് നമുക്കുള്ളത്. ഓരോ IO പോർട്ടിനകത്തും 8 പിന്ന് വീതമുണ്ട്. ഓരോ IO പോർട്ടിനകത്തും 8 പിന്ന്. പോർട്ടിനകത്ത് വരുന്നതാണ് പിന്നുകൾ. ഓരോ പോർട്ടിനകത്തും ഡെഫിനറ്റ് നമ്പർ ഓഫ് പിന്നുകൾ ഉണ്ടാകും. ഓരോ പോർട്ടിനും ഇത്രയും നമ്പർ ഓഫ് പിൻസ് എന്നുണ്ട്. അപ്പോൾ പൊതുവേ സാധാരണഗതിയിൽ ഓരോ പോർട്ടിനും 8 പിന്നാണ് നോർമലി കണ്ടുവരുന്നത്. ഇവിടെയും നമുക്ക് ഓരോ പോർട്ടിനും 8 പിന്ന് വീതമുണ്ട്. ഈ പിന്ന് വഴിയായിരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയോ ഔട്ട്പുട്ട് മേടിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഓരോ പോർട്ടിനും 8 പിന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 4 പോർട്ടുണ്ട്. അപ്പോൾ ടോട്ടലി എത്ര IO പിന്നുകളുണ്ട്? 32 IO പിന്നുകളുണ്ട്. ഓക്കെ, ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുള്ളത്? 2 16-bit ടൈമേഴ്സോ കൗണ്ടേഴ്സോ ഉണ്ട്. ഞാൻ പറഞ്ഞു 8086ൻ്റെ കേസിൽ, മൈക്രോ പ്രോസസ്സേഴ്സിൻ്റെ കേസിൽ ടൈമറും കൗണ്ടേഴ്സൊക്കെ നമ്മൾ എക്സ്റ്റേർണലി പ്രൊവൈഡ് ചെയ്താലേ പറ്റുള്ളൂ. അല്ലാതെ അകത്തൊന്നും ടൈമിംഗ് ഫെസിലിറ്റിയോ കൗണ്ടിങ് ഫെസിലിറ്റിയോ ഒന്നും എനേബിൾ ചെയ്യാൻ നമുക്ക് പ്രൊഫിഷ്യൻസി ഇല്ലായിരുന്നു. അതേസമയം വിത്തിൻ ദ 8051 ആർക്കിടെക്ചർ വി ആർ ഓൾറെഡി ഹാവിംഗ് എൻ ഇൻബിൽറ്റ് ടൈമർ ആൻഡ് കൗണ്ടർ. നോട്ട് ഓൺലി എ സിംഗിൾ ടൈമർ ഓർ കൗണ്ടർ, വി ആർ ഹാവിംഗ് 2 number of timers and counters, T0 and T1. And each timer and counter is of 16-bit. That means 16 ബിറ്റ് വരെ കൗണ്ട് വാല്യൂ ലോഡ് ചെയ്യാൻ ഫെസിലിറ്റി ഉള്ള ടൈമേഴ്സാണ് ഇത് രണ്ടും. ഓക്കെ, നമുക്ക് കൗണ്ട് വാല്യൂ ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ കൗണ്ട് വാല്യൂ ലോഡ് ചെയ്തതിന് ശേഷം ഡൗൺ കൗണ്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ 16 ബിറ്റ് വരെ കപ്പാസിറ്റി അല്ലെങ്കിൽ സൈസുള്ള കൗണ്ട് വാല്യൂസ് ലോഡ് ചെയ്ത് കൊടുത്തിട്ടാണ് 1 by 1 ഡിക്രിമെൻറ്റ് ചെയ്ത് നമ്മൾ ഈ ഫങ്ഷനിങ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പം 16 ബിറ്റ് വരെ കൗണ്ട് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡൗൺ കൗണ്ടേഴ്സായ 2 കൗണ്ടേഴ്സ് നമുക്കുണ്ട്. ടൈമർ തന്നെയാണ് കൗണ്ടർ, അല്ലാതെ 2 ഡിവൈസാണെന്ന് വിചാരിക്കരുത്. ഒരൊറ്റ യൂണിറ്റ് തന്നെ ഏത് ഇറ്റ് ക്യാൻ ഫങ്ഷൻ എസ് എ ടൈമർ ഓർ എസ് എ കൗണ്ടർ, അങ്ങനെയാണ്. ഒന്നുകിൽ ടൈമറായിട്ട് വർക്ക് ചെയ്യും അല്ലെങ്കിൽ കൗണ്ടറായിട്ട് വർക്ക് ചെയ്യും. അത് ഏത് രീതിയിൽ അതിനെ വർക്ക് ചെയ്യിപ്പിക്കണം അറ്റ് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. എന്തായാലും 16-bit സൈസുള്ള ഒരു 2 ടൈമർ കൗണ്ടറുണ്ട്, T0യും T1ഉം. ഓക്കെ, ഇനി ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടി ഫുൾ ഡ്യൂപ്ലെക്സ് ആയിട്ടുള്ള സീരിയൽ ഡേറ്റ ട്രാൻസ്മിറ്റർ റിസീവർ ഉണ്ട്. ഓക്കെ, ഫുൾ ഡ്യൂപ്ലെക്സ് അറിയാമല്ലോ, കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ട്രാൻസ്മിഷൻ സീരിയൽ വൈസ് പോസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു
ഫെസിലിറ്റി തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി രജിസ്റ്റർ ബാങ്കുകളുടെ കാര്യം പറയുവാണെങ്കിൽ HRHLൊക്കെ നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഡേറ്റ സെഗ്മെൻറ്റ്, അങ്ങനെ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്, ഫ്ലാഗ് രജിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നമ്മൾ രജിസ്റ്റർ ബാങ്കുകളുടെ കാര്യമാണ് അവർ പറയുന്നത്. 4 രജിസ്റ്റർ ബാങ്കുകളുണ്ട്. ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് സംതിങ് ആണ്. അപ്പോൾ 4 രജിസ്റ്റർ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബാങ്കിനകത്തും സ്പെസിഫിക് കളക്ഷൻ ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഓരോ ബാങ്കിനകത്തും 8 രജിസ്റ്റേഴ്സ് വീതമുണ്ട്. ശ്രദ്ധിക്കുക, 4 ബാങ്കുണ്ട്, ഓരോ ബാങ്കിനകത്തും 8 രജിസ്റ്റേഴ്സ് വീതമുണ്ട്. അപ്പം മൊത്തത്തിൽ എത്ര രജിസ്റ്റേഴ്സ് ഉണ്ടാവും? 32 രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഈ രജിസ്റ്റേഴ്സ് ആയിരിക്കും യൂസേഴ്സിന് ഫ്രീലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. 8086 AX, BX, CX, DX എന്ന് പറയുന്ന 16 ബിറ്റ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, 8 രജിസ്റ്റർ ബാങ്കുകളിലായിട്ട് 32 രജിസ്റ്റേഴ്സ് സ്കാറ്റർ ചെയ്ത് കിടപ്പുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ പറയുന്ന പ്രോഗ്രാം കൗണ്ടറും ഡേറ്റ പോയിൻ്ററും. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് പ്രോഗ്രാം കൗണ്ടറും ഡേറ്റ പോയിൻ്ററും. പ്രോഗ്രാം കൗണ്ടർ യു ആർ ഓൾറെഡി ഫെമിലിയർ അല്ലേ? ഏതൊരു കാര്യത്തിൻ്റെ ഒരു ഫംഗ്ഷനിങ് വന്നാലും പ്രോഗ്രാം കൗണ്ടർ നമ്മൾ വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രോഗ്രാം കൗണ്ടർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു മോണിറ്റർ ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണ്, അതിൻ്റെ അഡ്രസ്സ് എന്താണെന്നുള്ളത് എപ്പോഴും പ്രോഗ്രാം കൗണ്ടറിൽ നോക്കിയാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ നിഗമനം. അപ്പം എപ്പോഴും പ്രോഗ്രാം കൗണ്ടറിൻ്റെ സൈസ് എത്രയായിരിക്കും? വാട്ട് എവർ ഇസ് ദ സൈസ് ഓഫ് യുവർ അഡ്രസ്. കാരണം അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു രജിസ്റ്റർ ആണല്ലോ പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടർ എപ്പം നോക്കിയാലും ഒരു അഡ്രസ് വാല്യൂ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത്. അടുത്ത ഡേറ്റ പോയിൻ്റർ എന്താണ്? ഈ പറഞ്ഞ ഡേറ്റ പോയിൻ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ ഒരു കൺസെപ്റ്റാണ്. ഇറ്റ് വാസ് നോട്ട് ഫൗണ്ട് ഇൻ മൈക്രോ പ്രോസസ്സർ ലൈക്ക് 8086 ഓർ സംവാട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഡേറ്റ പോയിൻ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ 16 bit register. But the thing is that if you want to point to a specific location, that means if you want to go your control to a specific location of your program, then you can simply assign that particular address to a data pointer. അതായത് ഡേറ്റ പോയിൻ്റർ എന്ന് പറയുന്ന 16 ബിറ്റ് രജിസ്റ്ററിലോട്ട് നിങ്ങളൊരു അഡ്രസ്സ് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് നമ്മുടെ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ആ തന്നിരിക്കുന്ന അഡ്രസ്സിലോട്ടായിരിക്കും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അടുത്ത കൺട്രോൾ നേരെ അങ്ങ് പൊയ്ക്കോളും. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എങ്ങനെയെങ്കിലും നിങ്ങളുടെ പ്രോഗ്രാമിലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലൊക്കേഷനിലെ അഡ്രസ്സിലോട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് ചെയ്തെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ അഡ്രസ്സ് ഡേറ്റ പോയിൻ്റർ കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ രണ്ടും 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇവിടെ. ഒരു പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്, PSW, 8 ബിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ഉണ്ട്. ഈ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ദാറ്റ് മീൻസ് ഒരു രജിസ്റ്ററാണ്, ശരിക്കും 8 ബിറ്റ് സൈസുള്ള രജിസ്റ്ററാണിത്. ഇതിൽ നിന്നുമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് 4 രജിസ്റ്റർ ബാങ്കുകൾ ഉണ്ടെന്നുള്ളത്. 4 രജിസ്റ്റർ ബാങ്കുകളുണ്ട്, R0 മുതൽ R7 വരെ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കാം, രജിസ്റ്റർ ബാങ്ക് 1 ഉണ്ട്, രജിസ്റ്റർ ബാങ്ക് 2 ഉണ്ട്, രജിസ്റ്റർ ബാങ്ക് 3 ഉണ്ട്, രജിസ്റ്റർ ബാങ്ക് 4 ഉണ്ട്. ഈ രജിസ്റ്റർ ബാങ്ക് 1-ന് R0 മുതൽ R7 വരെ 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റർ ബാങ്ക് 2-നും എന്തുണ്ട്? R0 മുതൽ R7 വരെ 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റർ ബാങ്ക് 3-ക്കും R0 മുതൽ R7 വരെ 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റർ ബാങ്ക് 4-നും R0 മുതൽ R7 വരെ 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ശരിക്കും എന്താ, ഒരുപാട് നാല് R0 മുതൽ 4 R7 വരെ അല്ലേ, 4 രജിസ്റ്റർ ബാങ്കുകളിലായിട്ട് R0 മുതൽ R7 4 എണ്ണമായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുക. അപ്പം ഞാനിപ്പോൾ പറയുക മൂവ് R0, R1. അപ്പം ഏത് R0, ഏത് രജിസ്റ്റർ ബാങ്കിൽ R0 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രജിസ്റ്റർ ബാങ്കിൽ R1 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഏത് ബാങ്കിൽ R0 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് മീൻസ് രജിസ്റ്റർ ബാങ്ക് 2-ൽ R1 ആണോ, അല്ലെങ്കിൽ രജിസ്റ്റർ ബാങ്ക് 3-ൽ R0 ആണോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. അതെന്താണെന്നുള്ളത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഈ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിലെ 3-ാമത്തെയും 4-ാമത്തെയും ബിറ്റ് നമ്മൾ 0സും 1സും കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് ഏത് ബാങ്ക് സെലക്ട് ചെയ്യാനാണ് നമ്മൾ പ്രോഗ്രാമർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി എത്ര സ്റ്റാക്ക് പോയിൻ്റർ ഉണ്ട്? ഒറ്റ സ്റ്റാക്ക് പോയിൻ്ററേ ഉള്ളൂ. അതിൻ്റെ സൈസ് എത്രയാണ്? 8 ബിറ്റാണ്. ശ്രദ്ധിക്കുക, ഇതൊരു യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ സൈസ് ഓഫ് സ്റ്റാക്ക് പോയിൻ്റർ ഇൻ 8051? ഓക്കെ, അത് എന്തുകൊണ്ട് ഇങ്ങനെ നിസ്സാരമായി ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ സ്റ്റാക്ക് പോയിൻറ്റേഴ്സിൻ്റെ സൈസ് 16 ബിറ്റാണ്. നമ്മുടെ 8086-ലെ സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ സൈസ് എത്രയായിരുന്നു? 16 ബിറ്റ് ആയിരുന്നു. കാരണം സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് പോയിൻറ്റിങ് ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. സ്റ്റാക്ക് പോയിൻറ്റേഴ്സ് വിൽ ബി ഓൾവേസ് പോയിൻറ്റിങ് ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. അപ്പോൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലോട്ട് പോയിൻറ്റ് ചെയ്യണമെങ്കിൽ
ദാറ്റ് മീൻസ് ഒരു അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റാക്ക് പോയിന്റർ ഓൾവേസ് വിൽ ബി പോയിന്റിംഗ് ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് മീൻസ് ഇറ്റ് വിൽ ബി ഹോൾഡിംഗ് സം സോർട്ട് ഓഫ് അഡ്രസ് വാട്ട് എവർ ഇസ് പോയിന്റിംഗ് ടു ദ പർട്ടിക്കുലർ ടോപ്പ്. ആ ടോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് എന്താണോ അതായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. അപ്പം അഡ്രസ്സ് പൊതുവെ 16 ബിറ്റ് ആണെന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ 8051 കേസിൽ സ്റ്റാക്ക് പോയിന്ററിൻ്റെ സൈസ് എത്രമാത്രമാണ്? 8 ബിറ്റ് മാത്രമാണ്. ദാറ്റ് മീൻസ് ആ അഡ്രസ്സിൻ്റെ സൈസ് വെറും 8 ബിറ്റാണ്. സ്റ്റാക്കിന് ലൊക്കേഷൻ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് എത്ര ബിറ്റ് അഡ്രസ്സ് മതി? 8 ബിറ്റ് അഡ്രസ്സ് മതി. ഓക്കെ, അത് ശ്രദ്ധിക്കുക, തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രപ്റ്റും ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. ഇൻട്രപ്റ്റിന് വേണ്ടിയുള്ള ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, 5 വെക്റ്റർ ഇൻട്രപ്റ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതൊക്കെ ഇൻട്രപ്റ്റിൻ്റെ സിറ്റുവേഷൻസ് വരുമ്പം എൻകൗണ്ടർ ആവാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ് ഉണ്ട്. ഓക്കെ, ഇൻട്രപ്റ്റിൻ്റെ കാര്യമെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത പോർഷൻസിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ALU ഉണ്ട്. അത് വെറും 8 ബിറ്റ് ALU ആണ്. എന്തുകൊണ്ട് 8 ബിറ്റ് ALU ആയി? തീർച്ചയായിട്ടും ഏതൊരു മൈക്രോ പ്രോസസ്സറിൻ്റെ സൈസും എത്രയാണ്? അതായിരിക്കും ALUവിൻ്റെയും സൈസ്. ഇപ്പോൾ 8086 ഒരു 16 ബിറ്റ് പ്രോസസ്സർ ആയത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഡേറ്റാ ബസ്സിൻ്റെ സൈസ് 16 ബിറ്റാണ്. ഓക്കെ, 16 ബിറ്റ്സ് ഓഫ് ഡേറ്റ അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ആൻഡ് നോട്ട് ലി ദാറ്റ് ALUവിൻ്റെയും സൈസ് എന്തായിരിക്കും? 16 ബിറ്റ് ആയിരിക്കും. കാരണം 16 ബിറ്റ്സ് ഓഫ് ഡേറ്റ അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ALU വഴിയാണ് ഇവർ പ്രോസസ്സിങ് ചെയ്യുന്നത്, അല്ലേ? അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് വഴിയാണ് ഇവർ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം ഈ ALUവിന് 16 ബിറ്റ്സ് ഓഫ് ഡേറ്റ അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യാൻ പറ്റണമെങ്കിൽ ദ സൈസ് ഓഫ് ALU ഇറ്റ്സെൽഫ് മസ്റ്റ് ബി 16 ബിറ്റ്. ഇവിടെ 8051 കേസിൽ വെറും 8 ബിറ്റ് പ്രോസസ്സറാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ALUവിൻ്റെ സൈസും എത്ര തന്നെയാണ്? 8 ബിറ്റ് തന്നെയാണ്. ഓക്കെ, അതുപോലെ നമുക്ക് വേറൊരു രജിസ്റ്റർ ഉണ്ട്, അക്യൂമുലേറ്റർ രജിസ്റ്ററും B രജിസ്റ്ററും ഉണ്ട്. A രജിസ്റ്ററും B രജിസ്റ്റേഴ്സും ഉണ്ട്. രണ്ടും CPU രജിസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. A രജിസ്റ്ററും B രജിസ്റ്ററും എന്ന് പറയുന്നത് CPU രജിസ്റ്റേഴ്സ് എന്നുള്ള ടേമിലാണ് നമ്മളിവരെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതാണ്. പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്, സ്റ്റാക്ക് പോയിൻ്റ്, പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിൻ്ററൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അല്ലേ? ഇനി അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് 8 ബിറ്റ് ALU നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്നുള്ളതും അറിയാം. ഇനി നമ്മുടെ മെമ്മറിയുടെ കാര്യമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. എനിഹൗ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. നമുക്ക് 2 ടൈപ്സ് ഓഫ് റാംസ് ഉണ്ട്. ലോവർ 128 ബൈറ്റ് റാമും അപ്പർ 128 ബൈറ്റ് റാമും. ഓക്കെ, അപ്പം അതിൻ്റെ എല്ലാം നമുക്ക് ഫിഗേഴ്സിൻ്റെ സഹായത്തോടു കൂടി ലേറ്റർ ഓൺ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ശരിക്കും നിങ്ങളുടെ ആർക്കിടെക്ചർ. ഡെഫിനറ്റായിട്ടും ഈ ഫിഗർ വരച്ച് പഠിക്കുക. ഓക്കെ, അപ്പം ഇതിൽ ഡീറ്റെയിൽഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് 1 ബൈ 1 നമുക്ക് എന്തായാലും നോക്കിയാലേ പറ്റുള്ളൂ. ഫിഗേഴ്സ് എന്തായാലും വരച്ച് പഠിച്ച് മെമ്മറൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഒന്നും കൂടി. ഇതിനകത്ത് വരുന്ന ഇതെല്ലാം ഓൾറെഡി കവർ ചെയ്ത കാര്യമാണ്. അക്യൂമുലേറ്ററിൻ്റെ കാര്യം, പിന്നെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിലെ കാര്യം, സ്റ്റാക്ക് പോയിൻ്റ്, ഡേറ്റ പോയിൻ്റ് ആൻഡ് പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നിങ്ങളുടെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് വെറും 8 ബിറ്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്ററാണ്. പക്ഷേ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് റെലവൻസ് ഉണ്ട്. ബിക്കോസ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് പല കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി വിച്ച് രജിസ്റ്റർ ബാങ്ക് യു ആർ ഗോയിങ് ടു അഡോപ്റ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ്. ഓക്കെ, അപ്പം അതിന് വേണ്ടി നമുക്ക് 2 ബിറ്റുകൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ തന്നിരിക്കുന്ന 3ാമത്തെ 4ാമത്തെ ബിറ്റ് RS0 RS1. ശ്രദ്ധിക്കാം, 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 7 എന്ന രീതിയിലാണ് ഇതിനെ ടേം ചെയ്യുന്നത്. ഓക്കെ, അപ്പം റൈറ്റ് മോസ്റ്റ് എൻഡിൽ നിന്നാണ് 0th ബിറ്റ്. അപ്പോൾ 0th ബിറ്റ് ഇവിടെ എന്തുവാ? P എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുവാണ്. ഫസ്റ്റ് ബിറ്റ് ഡോൺ കെയർ ആണ്, അല്ലെങ്കിൽ ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. സെക്കൻഡ് ബിറ്റാണ് OV, എന്താണെന്ന് പറഞ്ഞു തരാം. തേർഡ് ബിറ്റാണ് RS0, 4th ബിറ്റാണ് RS1, 5th ബിറ്റാണ് F0, 6th ബിറ്റാണ് AC, 7th ബിറ്റാണ് CY. അതായത് 8 ബിറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിലെ രജിസ്റ്റർ 0 to 7 എന്നുള്ള രീതിയിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടായിരിക്കും നമ്മൾ നമ്പർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം ഈച്ച് ആൻഡ് എവറി ബിറ്റ് 1 by 1 നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ P എന്ന് പറയുന്ന ബിറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? പാരിറ്റി ഫ്ലാഗ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈവൻ പാരിറ്റി ഉള്ള സിറ്റുവേഷനിൽ 1 ആവും. ഓക്കെ, ജസ്റ്റ് ആഫ്റ്റർ ഒരു പെർട്ടിക്കുലർ അരിത്മെറ്റിക് ഓപ്പറേഷന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് വാട്ട് എവർ സ്റ്റോർ ഇൻ അക്യൂമുലേറ്റ് അതൊരു ഈവൻ നമ്പർ ആണെങ്കിൽ, ഈവൻ നമ്പർ അല്ല, ഈവൻ നമ്പർ ഓഫ് വൺസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് നിങ്ങളുടെ അക്യൂമുലേറ്ററിൽ റിസൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ഈവൻ പാരിറ്റി നമ്പറാണ്. അപ്പോൾ ഈ പാരിറ്റി ഫ്ലാഗിലെ ബിറ്റ് എന്താവും? 1 ആവും.
ഇനി ഒന്നാമത്തെ ബിറ്റ് എന്താണ്? ഡോൺ കെയർ ആണ്. നമ്മളൊരു സിഗ്നിഫിക്കൻസും അവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല. ഒ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ ഫ്ലാഗ്. അറിയാമല്ലോ ഓവർഫ്ലോ ഫ്ലാഗ് വരുന്നത് എപ്പോഴാണെന്നുള്ളത്. നമ്മുടെ പർട്ടിക്കുലർ രജിസ്റ്ററിൽ എന്താ ഇപ്പം അവസാനത്തെ ബിറ്റ് അവസാനത്തെ ബിറ്റ് 1 ആകുമ്പോഴാണ് നമ്മുടെ 8 ബിറ്റ് ഡേറ്റ് ആണെങ്കിൽ 8ാമത്തെ ബിറ്റ്, 16 ബിറ്റ് ഡേറ്റ് ആണെങ്കിൽ 16ാമത്തെ ബിറ്റ്. അത് എപ്പോഴെങ്കിലും 1 വന്നു കഴിഞ്ഞാൽ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആവും, ഹൈ ആവും. അതിൻ്റെ ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് രജിസ്റ്ററിൽ നിന്നും കവിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് അവർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നത്, ഈ ഒ വി ഫ്ലാഗ് സെറ്റ് ആവുന്നത് വെച്ച് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ഈ ഒ വി ഫ്ലാഗ് സെറ്റ് ആവുന്നത്? നിങ്ങളുടെ 8 ബിറ്റ് ഡേറ്റ് ആണെങ്കിൽ 8ാമത്തെ ബിറ്റ്, അല്ലെങ്കിൽ 16 ബിറ്റ് ഡേറ്റ് ആണെങ്കിൽ 16th ബിറ്റ്. അത് 1 ആകുമ്പോഴാണ് ഈ ഒ വി ഫ്ലാഗ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുന്നത്, ഒരു ഇൻഡിക്കേഷനാണ്. ഓക്കെ. ഇനി അടുത്ത ബിറ്റുകൾ ഏതൊക്കെയാണ്? RS0യും RS1ഉം ഞാൻ പറഞ്ഞു. രജിസ്റ്റർ സെലക്ട് 0, രജിസ്റ്റർ സെലക്ട് 1, അതായത് രജിസ്റ്റർ ബാങ്ക് സെലക്ട് 0യും രജിസ്റ്റർ ബാങ്ക് സെലക്ട് 1ഉമാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ എന്ത് ഡിനോട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്, നമ്മുടെ ഏത് ബാങ്ക് വേണം എന്നുള്ള സെലക്ഷൻ വരുന്നത്. രണ്ടും 0 ആണെങ്കിൽ ബാങ്ക് 0, 01 ആണെങ്കിൽ ബാങ്ക് 1, 10 ആണെങ്കിൽ ബാങ്ക് 2, 11 ആണെങ്കിൽ ബാങ്ക് 3. ഓക്കെ. അപ്പം ഈ 2 ബിറ്റുകളും സീറോസും വൺസും ആകുന്ന അനുസരിച്ചാണ് നമ്മളിപ്പം കറൻ്റ്ലി ഏത് രജിസ്റ്റർ ബാങ്കാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതിൽ R0 മുതൽ R7 വരെയുള്ള ഏതെങ്കിലും രജിസ്റ്റേഴ്സ് നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. ഇനി അടുത്ത് നമുക്കുള്ളത് F0 എന്ന് പറയുന്നത് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി F0 ആണ്. ഓക്കെ. അപ്പോൾ ജനറൽ പർപ്പസിന് വേണ്ടി അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് F0. ഓക്കെ, നമ്മളത് സ്പെസിഫൈ ചെയ്യുന്നില്ല, ഇപ്പം കറൻ്റ്ലി ഡിഫൈൻ ചെയ്തിട്ടില്ല. അടുത്ത 2 ബിറ്റ് ക്യാരിയുമായിട്ട് റിലേറ്റ് ചെയ്താണ്, ഓക്സിലറി ക്യാരിയും ക്യാരിയും. സോ ഓക്സിലറി ക്യാരിയും ഫ്ലാഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഓക്സിലറി ക്യാരി എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ക്യാരിയാണ് അല്ലേ. ഇപ്പം 8 ബിറ്റ് ഡിവിഷൻ അല്ലെങ്കിൽ 8 ബിറ്റ് അഡീഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 8 ബിറ്റ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നെങ്കിൽ ഈ പറയുന്ന 4ാമത്തെ ബിറ്റ് തമ്മിൽ ആഡ് ചെയ്തിട്ട് 5ാമത്തെ ബിറ്റിലോട്ട് ക്യാരി വരുന്നെങ്കിൽ അത് ഇൻറ്റേർണൽ ക്യാരിയാണ്. അന്നേരം ഈ ഓക്സിലറി ക്യാരി ഫ്ലാഗ് സെറ്റ് ആവും. ഇൻറ്റേർണൽ ക്യാരീസ് ജനറേറ്റ് ചെയ്യുന്നെങ്കിൽ ഓക്സിലറി ക്യാരി സെറ്റ് ആവും. ആ ഇൻറ്റേർണൽ ക്യാരീസ് എപ്പോഴാണ് വരുന്നത്? 8 ബിറ്റ് അഡീഷൻ ആണെങ്കിൽ 4ാമത്തെ ബിറ്റിൽ നിന്നും 5ാമത്തെ ബിറ്റിലോട്ട് ക്യാരി പോകുന്നെങ്കിൽ. ഇനി 16 ബിറ്റ് അഡീഷൻ ആണെങ്കിലോ 8ാമത്തെ ബിറ്റുകൾ ആഡ് ചെയ്തിട്ട് 9ാമത്തെ ബിറ്റിലോട്ട് ക്യാരി പോകുന്നെങ്കിൽ, അവിടെ ഒരു ഇൻറ്റേർണൽ ക്യാരി പോകുന്നെങ്കിൽ എന്താണ്? ക്യാരി ഫ്ലാഗ് ബിറ്റ് സെറ്റ് ആവും. ഓക്സിലറി ക്യാരി ഫ്ലാഗ് ബിറ്റ് സെറ്റ് ആവും. ഇനി വാട്ട് ഇസ് ക്യാരി ഫ്ലാഗ് ബിറ്റ്? അത് ഈ 8 ബിറ്റ് അഡീഷൻ ആണെങ്കിൽ 8ാമത്തെ ബിറ്റിൽ നിന്നും ഔട്ട് സൈഡ് ഒരു ക്യാരി പോകുന്നെങ്കിൽ, 16 ബിറ്റ് അഡീഷൻ ആണെങ്കിൽ 16th ബിറ്റിൽ നിന്നും ഔട്ട് സൈഡ് ഒരു ക്യാരി പോകുന്നെങ്കിലായിരിക്കും ക്യാരി ഫ്ലാഗ് ബിറ്റ് 1 ആകുന്നത്. ഓക്കെ. സോ ഇത്രയുമാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. ഓക്കെ. ഇത് ഇനിയും നമ്മൾ താഴെ പറയുന്നുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കി എന്നുള്ളതേ ഉള്ളൂ. സ്റ്റാക്ക് പോയിന്റർ നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഓൾവേസ് പോയിന്റ് ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആൻഡ് ദ സൈസ് ഓഫ് ദ സ്റ്റാക്ക് പോയിന്റർ ഡെഫിനറ്റ്ലി വെറും 8 ബിറ്റ് മാത്രമാണ്. ഓക്കെ. ഈ ഡേറ്റ പോയിന്റർ എന്താ ഞാൻ പറഞ്ഞു, ഫോഴ്സ്ഫുള്ളി നമുക്കൊരു പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് ജമ്പ് ചെയ്യണമെങ്കിൽ ദ ഓൺലി തിങ് യു ക്യാൻ ഡു ഇസ് ദാറ്റ് വാട്ട് എവർ ഇസ് ദ അഡ്രസ് ടു വിച്ച് യു ഹാവ് ടു മൂവ് യുവർ കൺട്രോൾ. ആ പറഞ്ഞിരിക്കുന്ന അഡ്രസ് നമ്മൾ ഡേറ്റ പോയിന്റർ വഴി പോയിന്റ് ചെയ്താൽ മതി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇത് 16 ബിറ്റ് ആയിട്ടുള്ള ഒരു സൈസ് ആയിട്ടുള്ള രജിസ്റ്റർ ആണല്ലോ ഡേറ്റ പോയിന്റർ. ഇതിന് ഡേറ്റ പോയിന്റർ ഹയർ ആയിട്ടും ഡേറ്റ പോയിന്റർ ലോവർ ആയിട്ടും വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. DPHും DPLും ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. പ്രോഗ്രാം കൗണ്ടർ അറിയാമല്ലോ, ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്, അതായിരിക്കും നിങ്ങളുടെ പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഇതിനകത്തുള്ള പല കാര്യങ്ങളും ഇപ്പോഴേ ഞാൻ പറയുവാണ്, ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ദാറ്റ് മീൻസ് ഇപ്പോൾ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിൻ്റെ കാര്യമായാലും അതുപോലെ രജിസ്റ്റർ ബാങ്കുകളുടെ കാര്യമായാലും എല്ലാം മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ കണ്ടോ, RS1 RS0 രണ്ടും 0 കൊടുത്താൽ ബാങ്ക് 0. ഓക്കെ. 01 കൊടുത്താൽ ബാങ്ക് 1, 10 കൊടുത്താൽ ബാങ്ക് 2, 11 കൊടുത്താൽ ബാങ്ക് 3. ഓക്കെ. അപ്പം ഇതും കൂടി ഒന്ന് റെഫർ ചെയ്ത് പഠിക്കുക. കണ്ടോ, ഇതാണ് നമ്മുടെ 4 രജിസ്റ്റർ ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3. കണ്ടോ, ഓരോ ബാങ്കിനകത്തും R0 മുതൽ R7 വരെയുള്ള രജിസ്റ്റേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ഏത് ബാങ്കിലെ രജിസ്റ്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൺഫ്യൂഷൻ നാച്ചുറലി ഈ പ്രോസസ്സറിന് അല്ലെങ്കിൽ കൺട്രോളറിന് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിലെ RS0 RS1 എന്ന് പറയുന്ന ബിറ്റ്സ് ഇതിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം സിംപ്ലി ഇഫ് യു ആർ സ്റ്റഡിങ് ദ ആർക്കിടെക്ചർ ഓഫ് 8051 ഈ പറയുന്ന മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കും ഒന്ന് റെഫർ ചെയ്യുക. അതിനകത്തും കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.